സ്നേഹമുള്ള ലുമിനസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന ക്രിസ്തുവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് ലുമിനസ് റേഡിയോ തൻ്റെ യാത്ര തുടങ്ങിയത്. അനുദിന സുവിശേഷ വിചിന്തനത്തിൽ 5000 എപ്പിസോഡ് ഇന്ന് പൂർത്തീകരിക്കുകയാണ്. അനേകം വൈദികരുടെയും അൽമാരുടെയും സന്യസ്തരുടെയും പങ്കാളിത്തത്തോടുകൂടി വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നൊരു യാത്രയാണ് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ലുമിനസ് റേഡിയോയുടെ യാത്ര. ഇതിൽ ഏറെ പങ്കുവച്ച അനേകം വൈദികരുണ്ട്. അതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പ്രിൻസ് ക്ലാരൻസ് അച്ഛൻ. നീണ്ടകാലത്തെ സുവിശേഷ വിചിന്തനം നൽകിയ അച്ഛനാണ്. ഇന്ന് 5000 എപ്പിസോഡ് തികയുമ്പോൾ അച്ഛൻ ഇന്നത്തെ വിചിന്തനം നമുക്ക് വേണ്ടി നൽകുകയാണ്. ഈ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ ഈ ശുശ്രൂഷ ഇനിയും മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അനുദിന വിചിന്തനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ലൂമിനസ് റേഡിയോ അതിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ 5000 എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ തിരുസഭ മാതാവ് നമുക്കായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 17 വാക്യങ്ങൾ 7 മുതൽ 10 വരെ. ദാസൻ്റെ രൂപം സ്വീകരിക്കുക എന്ന കേന്ദ്ര ചിന്തയാണ് ഈ വചനഭാഗത്ത് നാം സ്വീകരിക്കുക. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. അവൻ മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീരുന്നു. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കൽഭരണി നിറച്ചത് ദാസന്മാരായിരുന്നു. ഇന്നും ഈശോയ്ക്ക് വേണ്ടത് ഈശോ ദാസനായതുപോലെ കൽഭരണി നിറച്ച ദാസന്മാരെപ്പോലെ ഈശോ പറയുന്നത് ചെയ്യാൻ താല്പര്യം പോന്ന ക്രിസ്തു ദാസരെയാണ് ഇന്ന് ഈശോ ആഗ്രഹിക്കുക. കലവറ പ്രമാണിമാരെയോ മേലാളന്മാരെയോ അല്ല ക്രിസ്തുവിന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. മറിച്ച് അവിടുന്ന് പറയുന്നത് കേൾക്കാൻ, അവിടുന്ന് പറയുന്നത് പിൻചെല്ലാൻ, അവിടുന്ന് പറയുന്നത് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ഹൃദയമുള്ള ദാസന്മാരെയാണ് അവിടത്തേക്ക് ആവശ്യം. യജമാനൻ്റെ മനസ്സറിയുന്ന ദാസൻ, ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന ശിഷ്യൻ. ആ ദാസഗണത്തിലേക്ക് നാം ഉയർത്തപ്പെട്ടാൽ അവിടുന്ന് വീണ്ടും നമ്മളെ ഉയർത്തി, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കത്തില്ല, സ്നേഹിതന്മാർ എന്ന് വിളിച്ചു എന്ന മനോഭാവത്തിലേക്ക്, സ്നേഹത്തിൻ്റെ തുല്യ സൗഹൃദത്തിൻ്റെ വലിയ മനോഭാവത്തിലേക്ക് ഈശോ നമ്മെ ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രയോജനമില്ലാത്ത ദാസരാണ് ഞങ്ങൾ എന്ന എളിമയുടെ മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യം ഞങ്ങൾ ചെയ്ത് നിർവഹിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യനിർവഹണം നടത്തി രംഗത്ത് നിന്ന് പോരുവാൻ തക്ക വിധത്തിലുള്ള എളിമയുള്ള ദാസരായി ഞങ്ങളെ മാറ്റണമേ. അതുവഴിയായി നിൻ്റെ മനസ്സറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തുദാസരായി, ക്രിസ്തു ശിഷ്യരായി, ക്രിസ്തുവിൻ്റെ സുഹൃത്ത് സംഘത്തിലെ അംഗമായി, ഈശോയുടെ കൂട്ടുകാരനായി ചേർക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് സംജാതമാക്കണമേ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറെ സ്നേഹത്തോടുകൂടി ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ്. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ
നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ, നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ, നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ, നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ, നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു.